സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ ജീവിതമായിരുന്നു പൂർണിയുടെയും അരവിന്ദിന്റെയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൂർണിയുടെ ഒരു ഫ്രണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവരുടെ ഫ്ലാറ്റിലേക്ക് വരുന്നത്. ഫ്രണ്ടിന് സമയമാവുന്നതേ ഉള്ളൂ. പൂർണിക്ക് അമ്പലത്തിൽ പോകണം, അരവിന്ദിന് ജോലിക്ക് പോകണം. അങ്ങനെ അവർ നേരത്തെ ഇറങ്ങുന്നു. അപ്പോഴാണ് അരവിന്ദ് പറയുന്നത് താൻ ഫോൺ എടുത്തിട്ടില്ലെന്ന്. പൂർണിക്ക് ലേറ്റ് ആവുന്നതുകൊണ്ട് പൂർണി വേഗം അമ്പലത്തിലേക്ക് പോകുന്നു. അരവിന്ദ് ഫോൺ എടുക്കാനായിട്ട് ഫ്ലാറ്റിലേക്കും പോകുന്നു. പൂർണിയുടെ സുഹൃത്ത് ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായതുകൊണ്ട് മനഃപൂർവ്വം ഫോൺ മറന്നു വെച്ചതാണ് അരവിന്ദ്. ഫ്ലാറ്റിൽ ചെന്ന അരവിന്ദ് സുഹൃത്തിനോട് കുറച്ച് ചൂടുവെള്ളം ചോദിക്കുന്നുണ്ട്. സുഹൃത്ത് അത് ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ പോകുന്നു. അരവിന്ദ് ബാക്കിൽ വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് അരവിന്ദിനെ കണ്ട് ഞെട്ടിയ സുഹൃത്ത് ആ കയ്യിലിരുന്ന് തിളച്ച ചൂടുവെള്ളം അരവിന്ദിന്റെ ദേഹത്ത് ഒഴിക്കുന്നു. അരവിന്ദ് തലയിടിച്ച് താഴേക്ക് വീഴുന്നു. അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന പൂർണി കാണുന്നത് ബോധമില്ലാതെ തറയിൽ കിടക്കുന്ന ഭർത്താവിനെയും അടുത്തിരുന്ന് കരയുന്ന സുഹൃത്തിനെയുമാണ്. സുഹൃത്ത് നടന്ന കാര്യമല്ല പൂർണിയോട് പറയുന്നു. അരവിന്ദ് മരിച്ചു എന്ന് ഓർത്ത് പൂർണി ഇരുന്ന് കരയുന്നു. അപ്പോഴാണ് അരവിന്ദിന്റെ ഫോണിൽ നിന്ന് ഒരു യുവതിയുടെ കോൾ വരുന്നത്. അരവിന്ദ്, നീ എവിടെയാണ്? നമുക്ക് ട്രിപ്പിന് പോകാനുള്ളതല്ലേ, വേഗം വാ, ഞാൻ നിന്നെയും വെയിറ്റ് ചെയ്യാനിരിക്കുന്നു എന്നായിരുന്നു ഫോണിൽ നിന്നുള്ള സംഭാഷണം. അതേസമയം തന്നെ അരവിന്ദിന്റെ ബോധം തെളിഞ്ഞു. പിന്നെ പൂർണി ഒന്നും നോക്കിയില്ല. അവിടെ ഇരുന്ന കത്തിയെടുത്ത് അരവിന്ദിനെ തുരുതുരാ